ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂലൈ 2 വ്യാഴം. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് പ്രാർത്ഥിക്കും പ്രധാനമായിട്ടും ഐക്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. 21-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്ന പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചു എന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇതിലൊരു ഭാഗം എടുക്കുകയാണ്. ഈശോ പിതാവിനോട് പറയുകയാണ്, അവര് നമ്മിലായിരിക്കണം, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവര് നമ്മിലായിരിക്കണം. സുഹൃത്ത്, നീ ദൈവത്തിലായിരിക്കുവാൻ വേണ്ടി നിന്റെ ഈശോ പ്രാർത്ഥിച്ചു, നിന്റെ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാ? പുത്രൻ എങ്ങനെ പിതാവിലായിരുന്നു അതുപോലെ ആയിരിക്കുവാനാ. പുത്രൻ എങ്ങനെ പിതാവിലായിരുന്നത്? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് പുത്രൻ പിതാവിലേക്ക് ഒട്ടിച്ചേർന്നു. പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് പുത്രൻ പിതാവിലേക്ക് ഒട്ടിച്ചേർന്നു. പിതാവിന്റെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചുകൊണ്ട് പുത്രൻ പിതാവിലേക്ക് ഒട്ടിച്ചേർന്നു. നീ നിന്റെ ജീവിതത്തിൽ ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ദൈവം നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായി തീരുമ്പോൾ, നിന്റെ ജീവിതത്തെ മുഴുവൻ ദൈവഹിതത്തെ പ്രതി നീ ക്രമീകരിക്കുമ്പോൾ, നീ പിതാവായ ദൈവത്തോട് ഒട്ടിച്ചേരുകയാണ്. നീ നിന്റെ ദൈവത്തിൽ ആയിരിക്കുകയാണ്. ഇന്ന് നീ ഒന്ന് വിലയിരുത്തണം. നീ എത്രത്തോളം നിന്റെ ദൈവത്തിലായിരിക്കുന്നു, എത്രത്തോളം ദൈവിക പദ്ധതികൾക്ക്, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക്, ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ജീവൻ കൊടുക്കുവാനായിട്ട്, വില കൊടുക്കുവാനായിട്ട് സുഹൃത്തെ നിനക്ക് സാധിക്കുന്നുണ്ട്. നീ നിന്റെ ദൈവത്തിലായിരിക്കട്ടെ. ഈശോയുടെ പ്രാർത്ഥന നിന്നിലൂടെ പൂർത്തീകരിക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. എപ്പോഴും നിന്നോട് ഒട്ടിച്ചേരുവാനായിട്ട്, നിന്റെ ഹിതത്തിന് നിനക്ക് വില നൽകുവാനായിട്ട് എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.